ഗൈസ്, ഇന്നൊരു ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ ദിവസം ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ബുദ്ധി ഞാൻ ടേൺ ഓഫ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പുറത്ത് പോവാണ്. ബയോ എൻ്റെ ഒരു സ്ഥിരം ഹെയർ സ്റ്റൈലായിരുന്നു ഇങ്ങനെ ഇടുന്നത്. ഞാനിപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ ഇടാറേ ഇല്ല. കാരണം സാമു എൻ്റെ മുടി പിടിച്ചിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അപ്പം എനിക്ക് ദേഷ്യം വരും. ഇപ്പം ഞാനൊരു ലിപ്സ്റ്റിക് ഇട്ടു, എൻ്റെ ബ്രോ ഒന്ന് ചെയ്ത്. ഈ ബ്രോ ഞാൻ ചെയ്തേക്കുന്നതല്ല, എനിക്ക് അധികം ഐബ്രോ ഇല്ല. അപ്പം ഞാനിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ ഒരു മേക്കപ്പിന്റെ അകത്തേക്കുള്ള ഒരു അഡീഷൻ ആണ് മെബിലൈൻ്റെ ഐബ്രോ ടാറ്റൂ ഇല്ലേ, അത് ഞാൻ മേടിച്ചത്. അത് ഞാൻ ട്രൈ ചെയ്തു. ഒരു 2 ദിവസമൊക്കെ സുഖമായിട്ട് ഇങ്ങനെ നിൽക്കും, അധികം ഉരച്ചില്ലെങ്കിൽ. ആൻഡ് ഈ ലിപ്സ്റ്റിക് സെഫോറയുടെ എൻ്റെ റിറ്റുമോൻ എനിക്ക് കൊണ്ടുവന്ന ലിപ്സ്റ്റിക്കാണ്. എവറിത്തിങ് ലുക്സ് ഗുഡ് ടുഗെദർ. പിന്നെ മുഖത്തൊന്നുമേ ഇല്ല. ഇപ്പൊ ഞാൻ എൻ്റെ എപ്പിസോഡ് 2 ഓഫ് മൈ പീരിയഡ്സ് ആയി വരുന്നു. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ആക്നെയുടെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ആ ആക്നെയിലാണ് ഞാൻ ഉള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പ്രഗ്നൻസി കഴിഞ്ഞ് ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് പീരിയഡ്സ് ആയത് 1 വർഷം കഴിഞ്ഞിട്ടാണ്. എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയപ്പോഴാണ് എനിക്ക് പീരിയഡ്സ് ആയത്. അതുവരെ എനിക്ക് ഒരു വർഷം കഴിഞ്ഞു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് എൻ്റെ പീരിയഡ്സ് റെഗുലർ ആയി വരുന്ന ഒരു സമയം, ഇപ്പോഴൊക്കെ ആവുന്നതൊക്കെ ഉള്ളൂ. അപ്പോഴത്തേനും എനിക്ക് മുഖത്ത് പിന്നെയും പഴയ പോലെ അതേപോലെ ആക്നെ വരാൻ തുടങ്ങി കേട്ടോ. പീരിയഡ്സിന്റെ സമയത്ത് വരുന്ന ആക്നെ എനിക്ക് ഇപ്പൊ വരാൻ തുടങ്ങി. അതുവരെ എനിക്ക് ആക്നയുടെ പ്രോബ്ലമേ ഇല്ലായിരുന്നു. എൻ്റെ മുഖം ഇങ്ങനെ എപ്പോഴും ഗ്ലോയിങ് ആയിരുന്നു. അപ്പം ഐ എം ബാക്ക് ഇൻ ദ ഗ്രൈൻഡ്. സോ അത്രേ ഉള്ളൂ കേട്ടോ. അന്ന് നമുക്ക് വേഗം പോകാം. ഇന്ന് സാമക്കുട്ടിനെ റെഡിയാക്കേണ്ടത് ക്രിസ്റ്റിയുടെ ടേൺ ആണ്. പക്ഷെ ക്രിസ്റ്റിക്ക് ഒരു കോള് വന്നതുകൊണ്ട് അദ്ദേഹം എങ്ങോ പോയി മറഞ്ഞു. അതുകൊണ്ട് ഞാൻ തന്നെ അവനെ റെഡിയാക്കി ഇറങ്ങി. ഇറങ്ങാം, പോയി ചെരുപ്പിട്. എൻ്റെ കയ്യിലിരിക്കുന്ന പ്രഷ്യസ് പെട്ടിയിൽ എന്താണെന്നറിയാമോ? ഒരു വാച്ചാണ് കേട്ടോ. അതെൻ്റെ ബർത്ത്ഡേക്ക് ക്രിസ്റ്റി എനിക്ക് തന്നതാണ്. പക്ഷെ അത് ഇതുവരെ ഒന്ന് ചെറുതാക്കിയിട്ട് കയ്യിലിടാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസം വരെയും അത് നടന്നിട്ടില്ല കേട്ടോ. ഇനി ഞാനത് എപ്പോൾ ചെയ്യാനോ ആവോ. ഹലോ, വെർ ആർ യു ടേക്കിംഗ് ദിസ് ആൻഡ് ഗോയിങ് കണ്ണ? യു വാണ്ട് ഗോ ഓൺ ദാറ്റ്? അങ്ങോട്ട് നോക്കൂ, ശരിക്കും നല്ല ശരിയാണ്. ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞാൽ എൻ്റെ ചെക്കന് 2 വയസ്സാവും കേട്ടോ. ഇപ്പോഴും ഞാൻ ഒരു സ്ട്രെസ് ഉള്ള അമ്മ തന്നെയാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ ഇവന് ഫുഡ്, വെള്ളം, അത് കിട്ടുമോ ഇത് കിട്ടുമോ, അവന് പൂപ്പ് ചെയ്യാൻ പറ്റുമോ, പീ ചെയ്യാൻ പറ്റുമോ, അവൻ ഓക്കെ ആയിരിക്കുമോ, വെറുതെ ഇങ്ങനെ ടെൻഷൻ എടുക്കും. എൻ്റെയും ക്രിസ്റ്റിയുടെയും സാമുവിൻ്റെയും ടേസ്റ്റ് മ്യൂസിക്കലി ഡിഫറെൻ്റ് ആണ്. അപ്പം ഇവൻ ഉറങ്ങുന്നത് വരെ സാമുവിന് ഇഷ്ടമുള്ള പാട്ടും, ഇവൻ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞ് ക്രിസ്റ്റിയുടെ ഇഷ്ടപ്പെട്ട പ്ലേലിസ്റ്റ് കാറിൽ തന്നെ പ്ലേ ചെയ്യും. ഞാൻ എൻ്റെ ഹെഡ്സെറ്റിലും പ്ലേ ചെയ്യും. ഇങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ബാലൻസ് കണ്ടെത്തുന്നത്. ഞാനിപ്പോൾ സയ്യാര സോങ്സിൻ്റെ അഡിക്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ സയ്യാരയിലെ സോങ്സ് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. ക്രിസ്റ്റി ഈസ് ലിസ്ണിംഗ് ടു ആവേശം ആൻഡ് സാമു ഈസ് ലൈക്ക് എനിക്ക് ഒരു പാട്ടും വേണ്ട, എനിക്ക് വിശക്കുന്നുണ്ടോ, ഉറങ്ങുകയും വേണം. ഈ അവസരത്തിൽ ഞാനൊരു ചെറിയ കാര്യം ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ വീഡിയോസിലൂടെ ട്രാഡ് വുമൻ കോൺസെപ്റ്റോ അല്ലെങ്കിൽ ഒരു വീട്ടിലിരുന്ന് കൊച്ചിനെ നോക്കുന്ന അമ്മ, ഒരു സ്റ്റേ അറ്റ് ഹോം മദർ, ആ മമ്മിഹുഡിനെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് ഐ നെവർ ഇൻറ്റെൻഡ് ടു ഡു ദാറ്റ് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ് അറ്റ് ഓൾ. ഐ വുഡ് ബി മോർ ദൻ ഹാപ്പി ടു ഗോ ഔട്ട് ആൻഡ് ഏൺ മൈ ബ്രെഡ് ആൻഡ് ഗെറ്റ് ദാറ്റ് മൈ മണി. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം കുറച്ചൊന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക, കുറച്ചൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക. ആൻഡ് ക്രിസ്റ്റി ഈസ് ദ പ്രൈമറി ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി അറ്റ് ദിസ് പോയിന്റ്. സോ ഹി കാൺ ബി ആസ്ക്ഡ് ടു ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. അതുകൊണ്ട് ഞാൻ വളരെ യുക്തിപരമായി ആലോചിച്ചിട്ട് ഞാനൊരു ഇച്ചിരി പോസ് കൊടുത്തതാണ്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ എം നോട്ട് ഗോണ ഗെറ്റ് ബാക്ക് ടു മൈ പ്രൊഫഷണൽ ലൈഫ്. ഐ വിൽ ബി ഗെറ്റിംഗ് ബാക്ക് ഇൻ എ ഷോർട്ട് വൈൽ. സോ യാ,
അതാണ് കേട്ടോ കാര്യം. പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നത്, ഞാൻ പ്രഗ്നൻസിയിലൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് മോംഫ്ലുവൻസേഴ്സിനെ കാണുമായിരുന്നു. ഫോറിൻ മോംഫ്ലുവൻസേഴ്സ് ഒക്കെ ഇല്ലേ, സ്വന്തമായി വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, കൊച്ചിനെ നോക്കുന്നു, വീട്ടിലെ ഫുൾ കുക്കിംഗ് ഒക്കെ കുട്ടീനെ കൊണ്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. കാരണം ഐ ഓൾറെഡി ന്യൂ ദാറ്റ് ഐ വാസ് ഗോയിങ് ടു ബി ഇൻ ദാറ്റ് പൊസിഷൻ ആഫ്റ്റർ ഡെലിവറിങ് മൈ ബേബി. അപ്പം ഞാൻ കൂടുതലും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ വളരെ ഈസ്തെറ്റിക്കലി പല കാര്യങ്ങളും കാണിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, ഇവർ എത്ര ഒരു ഭയങ്കര ഈസി ആയിട്ടാണല്ലോ ഇവരിതൊക്കെ ചെയ്യുന്നത്, എനിക്കും ഇങ്ങനെ ആവണം, എനിക്കൊരു ഹാപ്പി മദർ ആവണം, അങ്ങനെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ച് ഉറപ്പിച്ചിട്ടായിരുന്നു ഡെലിവർ ചെയ്തത്. കൊച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ അവരൊരു ഫ്രെയിമിൽ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു അമ്മ കടന്നു പോകുന്ന വളരെ തനതായ എത്രയോ ഭാവങ്ങൾ അവർ പകർത്തുന്നില്ല ക്യാമറയിൽ. പിന്നെ വേറൊരു കാര്യം ഞാൻ അഡ്രസ്സ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, ടോക്സിക് പോസിറ്റിവിറ്റി ഇല്ലേ, ആ സാധനം പേരൻറ്റിങ്ങിലേക്കും കയറിയിട്ടുണ്ട്. അതായത് കുട്ടി എപ്പോഴും കാണുന്നത് ഹാപ്പി പേരൻസിനെയാണെന്നുള്ള സാധനം. പക്ഷെ എനിക്ക് അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. കാരണം കൊച്ചു മനസ്സിലാക്കണം, എല്ലാ സിസ്റ്റത്തിലും ഫ്ലോസ് ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഫ്ലോസ് ഉണ്ട്. ദർ ഈസ് നത്തിങ് പെർഫെക്റ്റ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് എനിക്കൊന്നും പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഒരു വീടാണെങ്കിൽ നമ്മളെല്ലാം ഒരുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഉണ്ടാവും പൈപ്പ് കംപ്ലൈൻ്റ് ആവും, അടുത്ത ദിവസം വാഷിംഗ് മെഷീൻ കേടായി, അതിൻ്റെ അടുത്ത ദിവസം വാക്യൂം ക്ലീനറിന് സ്ക്രൂ ഇല്ല. സോ ഇതൊരു എല്ലാ ദിവസവും മെൻഡിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊച്ചു മനസ്സിലാക്കണം, ഒരു കുടുംബം എന്ന് പറയുന്നതും വളരെയധികം ഫ്ലോസ് ഉള്ള ഒരു യൂണിറ്റ് തന്നെയാണ്. ഇറ്റ്സ് ലൈക്ക് ആൻ ഓർഗനൈസേഷൻ, ലൈക്ക് എനി അതർ ഓർഗനൈസേഷൻ. ദർ വിൽ ഓൾവേസ് ബി ഡിസഗ്രിമെന്റ്സ്. അപ്പോൾ ആ ഡിസഗ്രിമെന്റ്സ് വൃത്തിക്ക് മാന്യമായിട്ടിരുന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യുന്നതും കുട്ടി കാണണം. പറയാൻ നല്ല എളുപ്പമാണെങ്കിലും വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഈ സമാധാനത്തിലൊക്കെ ഒരു കാര്യം ഇരുന്ന് സംസാരിച്ച് അതിനുള്ള സമയമൊക്കെ കണ്ടെത്തി. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും വളരെ നന്നായിട്ട് അങ്ങനെ വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. ഞാൻ വെറും മെടയാണ്. ഈ ബിരിയാണി ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ. ആദ്യം വിശപ്പ് കൊണ്ട് കഴിച്ച് അറിഞ്ഞില്ല അതിൻ്റെ ആ ഒരു യഥാർത്ഥ രുചി. ആക്ച്വലി ഇത് ഭയങ്കര സ്പൈസി ആയിരുന്നു. അത് കഴിച്ചിട്ട് എൻ്റെ കിളി പറന്നു പോയിട്ട് ഇപ്പം ഞാൻ കിളിയില്ലാതെയാണ് നടക്കുന്നത്. എൻ്റെ മോന് പിന്നെ പണ്ടേ കിളിയില്ല. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങളൊരു കിളി പോയ ഫാമിലിയാണ്. സോ ഞങ്ങളിങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്ന ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ ഗുഡ് കോൺവെർസേഷൻ നടക്കും ഞാനും ക്രിസ്റ്റിയും തമ്മിൽ. അല്ലെങ്കിൽ ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കോൺവേഴ്സിങ്ങിനൊന്നും നിൽക്കാറില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കത്തിക്കുത്തിൽ ലഹളയാണ്. അതുകൊണ്ട് കാറിലാകുമ്പോൾ കുറച്ചുകൂടെ ലൈക്ക് വീട്ടിലെ കാര്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ തമ്മിൽ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, കൊച്ചായി കഴിഞ്ഞ ഒരു ലിമിറ്റ് ഉണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ. എന്നാൽ പോലും പിന്നെയും കുറച്ച് കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നത് ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെയാണ്. ഞാൻ പിന്നെ ഇങ്ങനെ അടയ്ക്കാതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ക്രിസ്റ്റിക്ക് അധികം പറയാനൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഞങ്ങൾ ഇന്ന് ഇപ്പോൾ എത്തിച്ചേരാൻ പോകുന്നത് കൊണ്ടക്കർല അവ എന്ന് പറഞ്ഞിട്ട് ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലാണ്. അവിടെ ഒരു ബേർഡ് സാങ്ച്വറി, പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു നാച്ചുറൽ ലേക്ക് ഉണ്ട്. സോ ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ. നമുക്ക് ബോട്ടിംഗ് ഒക്കെ പോവാം. സോ അതിനാണ് വന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് മുഴുവനും കാക്ക, മാമ എന്നീ ഐറ്റംസ് ഉള്ളതുകൊണ്ട് സാമു ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതാണ് അവൻ്റെ ഒരു മേഖല. ഒരു ബൊബോ ഉണ്ടല്ലേടാ, ബൊബോവും ഉണ്ട്. ബൊബോന് എന്തോ വാവും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ലവേഴ്സൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു ലവേഴ്സ് സ്പെസിഫിക് പോയിന്റും ആവാം. ഭയങ്കര വെയിലാണ്. അല്ല വെയിലാ, നമുക്ക് അവിടെ പിന്നെ പോവാം. അവിടെ രണ്ടുപേരെടാ പ്രേമിക്കുന്നവരെ നീ വെറുതെ പ്രേമിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കല്ലേ പൊന്നെ. നീയും ആ ഒരു ഇതിലെത്തും ഭാവിയില്. കണ്ണാ, ദയവ് ചെയ്ത് നീ അങ്ങോട്ട് പോവരുത്. ലവേഴ്സ് അവിടെ സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടെ. ഇവിടെ വാ നീ. സാമു, നിനക്കതിൻ്റെ ദണ്ണം അറിയത്തില്ല. ഇങ്ങോട്ട് വാ. അമ്മയപ്പ ഇങ്ങോട്ട് പോവാണേ. അവിടെ വേറൊരു ഐക്യമുണ്ട് ഇവിടെ. ഐക്യം ഒടുക്കത്തെ വെയിലായിരുന്നു ഞങ്ങൾ എത്തിയപ്പോഴേ. സോ വി ഡിസൈഡഡ് ടു വെയിറ്റ് ഫോർ സം ടൈം സോ ദാറ്റ് ദ സൺ വിൽ സ്ലോലി സ്റ്റാർട്ട് ഗോയിങ് ഡൗൺ. ആൻഡ് ദെൻ നമുക്ക് ആ ഒരു ഗോൾഡൻ അവർ സമയത്ത് ബോട്ടിംഗ് പോവാന്ന് വിചാരിച്ചു. അത് കണ്ടോ നീ? നോക്കിയ പീകോക്ക് കണ്ടില്ല? എടാ ഇതല്ലേടാ പീകോക്ക്.
കഴിക്കണായിരുന്നോ ഒന്നുമില്ല, ഫ്രൂട്ടി. ഇന്നാണ് ഞാനൊരു വലിയ സത്യം മനസ്സിലാക്കിയത്. എൻ്റെ കൊച്ചിനിപ്പോൾ കാറ് വരുന്നുണ്ട്, റോഡിൻ്റെ സൈഡിലേക്ക് മാറി നിൽക്കണമെന്നും, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ പോയി എടുത്തു ചാടിയാൽ ചിലപ്പം വടിയായി പോവാമെന്നുള്ള തിരിച്ചറിവൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചോ എന്തോ. അപ്പോൾ എനിക്കൊരു സ്ഥലത്ത് ഒന്ന് ഇരിക്കാൻ, ഒന്ന് ആസനസ്ഥയാവാൻ പറ്റുന്നുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് അത്രയൊരു എക്സോഷൻ തോന്നിയില്ല. എനിക്കത് വളരെ നൈസായിട്ട് അവനെ ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ വിചാരിക്കുന്ന ഒരു വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമേ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ വർഷങ്ങൾ കടന്നുപോയി, പക്ഷെ ഈ ഒരു 2 വർഷം ഇവനെ നോക്കിയത് വളരെയധികം ടാക്സിങ് ആയിരുന്നു, ഗ്രൂവലിംഗ് ആയിരുന്നു. ഒരു എന്താ പറയണ്ടേ, അയ്യോ ഭയങ്കര പാടായിരുന്നേന്ന് തന്നെ ഞാൻ വിചാരിക്കും. കഷ്ടപ്പാടുണ്ടായിരുന്നു, ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു 2 വർഷം ഇങ്ങനെ ഇവൻ്റെ പുറകെയുള്ള ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്നെ തന്നെ എവിടെയോ ഞാൻ മറന്നു വെച്ചിട്ടുണ്ട്. എത്ര ശ്രമിച്ചാലും എനിക്ക് എന്നെ ഒരു ഫുൾ വൈബിലാക്കാനൊന്നും ഇതുവരെയും പറ്റിയിട്ടില്ല. ഓരോ ഉടുപ്പൊക്കെ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ നിർത്തിയ ആ ടൈമിൽ, ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പഴയ ഉടുപ്പൊക്കെ കയറുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തടി വെച്ചു. അപ്പോൾ ഇതിങ്ങനെ ഒരു പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സ്റ്റേബിൾ ആവുന്നില്ല ഒരു കാര്യവും. ബോഡി വെയിറ്റ് സ്റ്റേബിൾ ആവുന്നില്ല. ഒന്നെങ്കിൽ അവിടെ വീർത്തിരിക്കും, അല്ലെങ്കിൽ ഇവിടെ വീർത്തിരിക്കും. അങ്ങനെ എന്തൊക്കെ ഇൻസെക്യൂരിറ്റീസ് ആണ് എപ്പോഴൊക്കെ അടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് കുറച്ചു നേരം മിണ്ടാതെ നിശബ്ദമായിട്ടിരുന്ന് പാട്ട് കേൾക്കാം. All I do is fall. Feels like I can make it more than I could bear. Giving up is all that I can surrender to you. Take me in your arms and hold me. With your love, find my rest and I can see you lead me. Bye, Mama. Guys, ഈ ഒരു സമയത്തെ ലൈറ്റ് നല്ല രസമാണ്. ആയില്ല, വെയിറ്റ് ചെയ്യണ. നല്ലതല്ലേ വേണ്ട? തൊടണോ? ഓ, അതിപ്പോളേ തുടങ്ങി. ഓർമ്മ അവന് ഓർമ്മയുണ്ട് കേട്ടോ. എന്നെ പൊളി കേട്ടോ, പൊളി. എനിക്ക് പൊളി, ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോട്ടിങ്.
कितना पानी है भैया? ഇതുണ്ടോ ബേർഡ്സിനൊക്കെ ഉണ്ടോ? ठीक है भैया, फिशिंग कर रहे हैं क्या? मीमी है। तो ये बेचता कहाँ है भैया? बेचता कहाँ है? सेल कहाँ करता है फिश? क्या भैया? फिश वेयर सेल शॉप बाई फिश morning. Okay, so now he is fishing. Morning market. I can buy now also. സാമു അവിടെ ഇരുന്ന് എനിക്ക് പേടി. Oh, कितना लंबा है क्या? ഇത് എന്തിനാ കൊള്ളുന്ന പറഞ്ഞ കാണിച്ച്. इधर से काट दो. Oh my god, Samu, this is lotus. Lotus kanna. ദേ Okay, next. Da. ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഇത് വിരിയും മുന്നേ. Very. കളയല്ലേ ബാബ? അവിടെ ഇനി പറിക്കണ്ടോ? സാമു ചാടി കളിക്കാതെ. ഏയ് നീയല്ലേടി ഉള്ളൂ. അതിലൊന്നും തൊടാൻ പോകണ്ട കേട്ടോ. നീ വീണ് പോയാലോ? പേടിയാ. അപ്പാരെടുത്ത് പോയി തൊട്ടോ. അമ്മയ്ക്ക് നീന്താനും അറിയത്തില്ല. അമ്മ പോടാ. അപ്പ എന്തോ താമരപ്പൂ നീ കണ്ടു മോഹിച്ചു അന്ന്. ഈ ഫ്ലാഗും കൂടെ പറക്കുന്നതായിട്ട് നല്ല രസമുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. ഇനി ഇഷ്ടം എന്താ ഇത്? കാക്ക അല്ലടാ അത്. അതിന് ഒട്ടും വെയിറ്റില്ല. വേണ്ടോ നോക്കിയത് ഇലയുടെ മണ്ടേ നിൽക്കുന്നുണ്ടോ? എവിടെയാപ്പാ? ക്വാക്കിനെ കാണാൻ പറ്റുന്നില്ല. మార్నింగ్ only morning, not now. భయ్యా वो ఒకలా అకౌంట్ తీసుకున్నా అకౌంట్ చేపలంటా రాలరా కావాలంట తీసుకుంటారా? ఫిష్ ఫిష్ മീൻ വാങ്ങിക്കണം. മീൻ വേണം. മീമി ഉണ്ടടാ ചുറ്റും അതിനകത്ത്. भैया उसका पास है भैया. ആ അമ്മ കണ്ടടാ മീമി. നല്ലൊരു മീൻകറി അങ്ങോട്ട് വെക്കണം. ഒത്തിരി പ്രതീക്ഷയോടെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മക്കളെ, നല്ലൊരു മീൻകറി വെക്കണമെന്ന്. പക്ഷെ ആക്ച്വലി ആ മീനിന് ഭയങ്കര ചൊവയായിരുന്നു കേട്ടോ. ആരും അപ്പം വിചാരിക്കരുത് ഞാൻ അതുകൊണ്ട് നല്ല മീൻകറി വെച്ച് കൂട്ടിയെന്ന്. ഞങ്ങളത് അതുപോലെ വേസ്റ്റ് കൊട്ടയിലോട്ട് ഇടുകയാണ് ചെയ്തത്. കയ്യൊക്കെ അടിക്കുമെന്നാണോ എന്നെ പറയുന്നത്? ഓ മൈ ഗോഡ്. ഇത് इसके अंदर हाउ डिड इट गो? पीस इन पीस हैं? पीस कितना पीस? नहीं हाँ। मैं ये पूछ रहा हूँ अंदर कहाँ से गया? नहीं ना नेट होल इल्ला. हाँ नेट then net. आप you ನೆಟ್
చేస్తాం ಇಲ್ಲಿ పడతాయి हाँ ಇಲ್ಲಿ పడతాయి మేము చేస్తాం ओके 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 എത്ര വേണം മേഡം 2 2 പീസ് എത്ര ഭയ്യ ഹൗ മച്ച് हाँ टू 300 हाँ 300 200 250 स्मॉल फिश ഒരു കിലോയും കൂടി ഇല്ലല്ലേ हाँ वन नॉट इवन 1 kg 250 को दे दो भैया 250 ఇదే ఊపేద్దని చెప్పేసి ഇതെന്നെ മീൻ ഭയ്യ മീൻ ഫിഷ് നെയിം శీలావతి శీలావతి ശീലാവതിയാ നൈസ് നെയിം ശീലാവതി ഫിഷ് ओके കാര്യം പറഞ്ഞാൽ ആ 2 മീനിന് ജീവനുണ്ടായിരുന്നു നമ്മുടെ ബോട്ടിലേക്ക് ഇട്ടപ്പോൾ അതിൻ്റെ ആ ഒരു അവസാന ശ്വാസം അത് എടുക്കുന്നത് കണ്ടിരിക്കാനുള്ള ഒരു ഹൃദയത്തിൻ്റെ കട്ടി വളരെ കുറവുള്ള കുറച്ച് ലോലമായ മനുഷ്യരാണ് ഞാനും എൻ്റെ മോനും. ക്രിസ്റ്റി കുറച്ച് ടഫായിട്ടുള്ള ആളാണ്. ഞങ്ങൾ രണ്ടുപേരും തകർന്നു പോയി കേട്ടോ. ആക്ച്വലി അപ്പം തന്നെ ആ മൂഡങ്ങ് പോയി. സാമോ കരയാനൊക്കെ തുടങ്ങി, അലമ്പായിരുന്നു. എന്തൊരു അതിശയമല്ലേ ചെറിയ കുട്ടികൾക്ക് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്റ്റ് ആവുന്നത്. എനിക്ക് ഭയങ്കര അതിശയമാണ് ഈ കുഞ്ഞു മനുഷ്യന്മാർ. നിന്റെ കെട്ടിയോൻ എവിടെടി? എവിടെയെങ്കിലും വന്നിട്ട് തിരിച്ചു വന്നേരം ഭയങ്കരമായിട്ട് നെഗടിക്കുന്ന ആളാണ് ഞാൻ. ഭയങ്കര സെഡാവും. അപ്പം ഞാൻ എന്നെ തന്നെ ഒന്ന് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ആലോചിക്കാം. അപ്പം ഇപ്പം ഞാൻ ആലോചിച്ചത് എന്താണെന്നറിയാമോ? നൻപകൽ നേരത്ത് മയക്കെന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ അകത്ത് ഇങ്ങനെ മമ്മൂക്ക ഒരു സ്ഥലത്തൂടെ ആ ക്യാരക്ടർ മമ്മൂക്ക അഭിനയിച്ച ആ ക്യാരക്ടർ ഇങ്ങനെ പോകുമ്പം പുള്ളി പെട്ടെന്ന് അങ്ങ് ബസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. പുള്ളി വേറൊരാളായി വേറൊരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ഒരാളെ പോലെ ജീവിക്കുന്ന പോലെയൊക്കെയുള്ള സീൻ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുവാണ് ഇപ്പം എനിക്ക് അങ്ങനെ എന്തായാലും ഞാൻ ആയാലോ. എന്നിട്ട് ഞാൻ വിചാരിക്കുക ദൈവമേ ഈ പശുവിൻ്റെ അകത്തോട്ടൊന്നും എനിക്ക് പോകണ്ട. ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു ആക്ച്വലി. ദൈവമേ ഞാൻ ഇതിൻ്റെ അകത്തോട്ടൊക്കെ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പരകായ പ്രവേശം ഉണ്ടായിട്ട് ഞാനിപ്പോൾ ക്രിസ്റ്റിയുടെ അടുത്ത് പറയാം പൊന്നെ വണ്ടി നിർത്ത്, ഞാൻ ഇവിടെയുള്ള ഒരാളാന്നൊക്കെ പറഞ്ഞിട്ട് നടന്നങ്ങ് ഉള്ളിലോട്ട് പോയിട്ട് അവിടുത്തെ ആരുടെയെങ്കിലും ഭാര്യയൊക്കെ ആയിട്ട് ഞാനങ്ങ് ജീവിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കുമെന്ന്. അങ്ങനെയുള്ള ചില തോട്ട്സൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എനിക്ക് പ്രാന്താണ്. ചായക്ക് സമയമായി. ഇപ്പം ഞാൻ വീട്ടിലങ്ങനെ ചായ ഉണ്ടാക്കി കുടിക്കാറില്ലായിരുന്നു. അതിനിടയ്ക്ക് എനിക്കൊരു ചായ അഡിക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ടീത്തിൽ ഭയങ്കരമായിട്ട് സ്റ്റെയിൻസ് വരുന്നതുകൊണ്ട് ഞാൻ ചായയൊക്കെ പരമാവധി കുറച്ചു. പിന്നെ എനിക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ട്, അതുകൊണ്ട് കഫീൻ ഇൻടേക്ക് ഞാൻ കുറച്ചങ്ങ് കുറച്ചു. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നു. രാവിലെ ഒരു ചായയാണ് കുടിക്കാറ്. പക്ഷെ പുറത്ത് പോകുമ്പോൾ എനിക്ക് ആ ചായ കുടിക്കാനുള്ളൊരു ടെൻഡൻസി വരുവേ. നല്ല ചായ ആയിരുന്നു കേട്ടോ. പക്ഷെ ആ സ്നാക്ക് അത്ര നല്ലതായിരുന്നില്ല. പക്ഷെ ചായ ബസ് പൊളി. എങ്ങനെയൊക്കെയോ തുഴഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അത് നല്ലൊരു യാത്രയായിരുന്നു. പോകാൻ പറ്റിയൊരു നല്ല വൈബുള്ള സ്ഥലം. ഇങ്ങനെ എന്തെങ്കിലും ഒരു അലുക്കുലത്ത് വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ.